ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ വൈശാഖ മാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വൈശാഖ മാസാചരണം വിഷ്ണുഭജനത്തിലൂടെ സർവൈശ്വര്യങ്ങളും നേടാം. മെയ് 9 വൈശാഖ മാസാരംഭമാണ്. എങ്ങനെയാണ് വൈശാഖ മാസത്തെ ആചരിക്കേണ്ടത്, എന്തൊക്കെയാണ് വഴിപാടായിട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മഹാവിഷ്ണുവിന് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖ മാസം. മാസങ്ങളിൽ ഏറ്റവും കേമത്തമായ മാസവും വൈശാഖ മാസം തന്നെയാണ്. മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു. ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്നതാണ് വിശ്വാസം. വൈശാഖ മാസത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ വർഷം മെയ് 9 മുതൽ ജൂൺ 6 വരെയാണ് വൈശാഖ പുണ്യകാലം. ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം. സർവവിദ്യകളിലും ശ്രേഷ്ഠമായ വേദമെന്നതുപോലെ, സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവമെന്നതുപോലെ, വൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷമെന്നതുപോലെ, സർവപക്ഷികളിലും ശ്രേഷ്ഠനായ ഗരുഡൻ എന്നതുപോലെ, സർവനദികളിലും ശ്രേഷ്ഠയായ ഗംഗ എന്നതുപോലെ, സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായ കൗസ്തുഭം എന്നതുപോലെ, സർവമാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖ മാസമാണ്. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. വൈശാഖത്തിലെ സ്നാനം, ദാനം, വിഷ്ണുപൂജ എന്നിവയുടെ മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മസ്കന്ധ പുരാണങ്ങളിൽ കാണാം. വൈശാഖത്തിൽ പ്രഭാത സ്നാനത്തിനു വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മഹാവിഷ്ണു പ്രീതി നേടാൻ വൈശാഖ സ്നാനത്തിനു തുല്യമായ മറ്റു പുണ്യകർമ്മമില്ല. വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുമുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക വരെ ഉണ്ടാകും എന്നതിനാൽ പ്രാതസ്നാനം സർവതീർത്ഥ സ്നാന ഫലം നൽകുന്നു എന്ന് പത്മപുരാണവും സ്കന്ദപുരാണവും പറയുന്നു. ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസവുമാണ് വൈശാഖം. വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്തു വലഞ്ഞു വരുന്ന പഥികർക്ക് വിശ്രമിക്കുവാൻ വഴിയമ്പലങ്ങളും തണ്ണീർപ്പന്തലുകളും നിർമ്മിച്ച് ജലം ദാനം ചെയ്യുന്നതും, യാത്രികർക്ക് കുട, ചെരുപ്പ്, വിശറി, ആഹാരം, കിടക്ക, പുതപ്പ്, തണുപ്പ് നൽകുന്ന കർപ്പൂരം, ചന്ദനം, ഗോരോചനം, കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും പുണ്യദായകമായി കരുതപ്പെടുന്നു. ഗ്രീഷ്മ ഋതുവിലാണ് വൈശാഖ മാസം. വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജലഛത്ര, പാതുക, വ്യജന, അന്നദാനങ്ങൾ തന്നെ. ഇത് മനസ്സിലാക്കിയാണ് വൈശാഖ മാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വൈശാഖ മാസം കേരളത്തിലും ഭക്തിപൂർവ്വം ആചരിക്കുന്നു. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖ പുണ്യകാലം ആചരിക്കുന്ന പതിവുണ്ട്. സ്കന്ദപുരാണത്തിലെ വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ്. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ 30 ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുക എന്നതാണ് രീതി. ഭാഗവത പാരായണം, സപ്താഹം, വിഷ്ണുപുരാണ പാരായണം, നിള, പെരിയാർ, പമ്പ തുടങ്ങിയ നദികളിലും പുണ്യതീർത്ഥങ്ങളിലും സ്നാനം, ശ്രാദ്ധം, തർപ്പണം തുടങ്ങിയവ അനുഷ്ഠിക്കൽ എന്നിവയും നടന്നിരുന്നു. ചക്കയും മാങ്ങയുമെല്ലാം സമൃദ്ധമായ ഈ മാസത്തിൽ അവ വഴിയാത്രികർക്കും മറ്റാവശ്യങ്ങൾക്കും ദാനം ചെയ്യുകയും പതിവായിരുന്നു. ജലദാനവും അന്നദാനവും വൈശാഖ മാസത്തിൽ അതീവ പുണ്യദായകങ്ങളായി കരുതപ്പെട്ടിരുന്നതിനാൽ തണ്ണീർപ്പന്തലുകളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ജലവും സംഭാരവും പാതേയവും നൽകി യാത്രികരെ സമാശ്വസിപ്പിച്ചു പോന്നു. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, സഹസ്രനാമജപം, ദാനം നൽകൽ എന്നിവ വിധിപ്രകാരം അനുഷ്ഠിച്ചിരുന്ന പുണ്യശാലകളും കേരളത്തിൽ ഉണ്ടായിരുന്നു. വൈശാഖ മാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ 1 വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കും. പ്രാതസ്നാനവും ജപവും ചെയ്തു വിഷ്ണു നിവേദ്യം ഭക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിയും ഉപവാസാദികൾ അനുഷ്ഠിച്ചും വൈശാഖ വ്രതം ആചരിക്കാവുന്നതാണ്. വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങളാകുന്ന മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും. 108 തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്.
കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത്. കലിദോഷ നിവാരണ മന്ത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമഃ ശിവായ. സർവം ശിവമയം.